ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇന്ത്യൻ പൗരന്മാരായ 26 പേരുടെ ജീവൻ കവർന്നെടുത്ത ഭീകരാക്രമണത്തിന് ഭീകര സംഘടനകൾക്കുള്ള കൃത്യമായ തിരിച്ചടികളുമായി ഇന്ത്യൻ ആർമി ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഭീകരന്മാരുടെ പിന്നിൽ പതിയിരുന്ന് അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് കരുക്കൾ നീക്കിയത് പാകിസ്ഥാനാണെന്ന ഇന്ത്യയുടെ നിഗമനങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് ഭീകരാക്രമണത്തിലെ പങ്കാളിത്തം സമ്മതിച്ചുകൊണ്ടും തീവ്രവാദികളെ പ്രശംസിച്ചുകൊണ്ടും പാകിസ്ഥാൻ പ്രകോപനവുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ കൃത്യമായ ആസൂത്രണത്തോടെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് കാരണമില്ലാതെ ഇന്ത്യയുടെ അസ്തിത്വത്തിന് പരിക്കേൽപ്പിച്ച ശക്തികളെയെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണത്തിന് തന്നെയായിരിക്കും ഇന്ത്യ രംഗത്തിറങ്ങാൻ പോകുന്നത്. ആ സ്കെച്ചിൽ തലമൂത്ത ഭീകര സംഘടനകളും അവരുടെ നിഴൽ പറ്റി നിൽക്കുന്ന കടലാസു സംഘടനകളും എല്ലാത്തിന്റെ പിന്നിൽ നിൽക്കുന്ന പാകിസ്ഥാനും ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്. അത് വ്യക്തമാക്കുന്ന വിധത്തിലാണ് വലിഞ്ഞു മുറുകിയ മുഖഭാവത്തോടെ ഭൂമിയുടെ ഏതറ്റത്ത് പോയി പാർത്താലും ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിച്ചവരെ വെറുതെ വിടില്ലെന്നും അവരെ കണ്ടെത്തി ഇല്ലാതാക്കുമെന്നും ഭീകരതയുടെ വേര് തന്നെ പിഴുതെടുത്ത് ചുട്ടരിക്കുമെന്നും 140 കോടി ജനങ്ങളുടെ ഇച്ഛാശക്തിയെ ഇല്ലാതാക്കാൻ ഒരു ഭീകരർക്കും ആകില്ലെന്നുമുള്ള കടുത്ത നിലപാടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ഇന്ത്യ എന്തിനൊക്കെയാണ് കരുക്കൾ നീക്കുന്നതെന്ന് അറിയാതെ വെപ്രാളപ്പെട്ട പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ 1972 ഷിംല കരാർ ഏകപക്ഷീയമായി റദ്ദാക്കുന്ന അബദ്ധജടിലമായ നടപടിയിലേക്ക് എത്തിച്ചേർന്നു. ഷിംല കരാർ കൊണ്ട് ഗുണമുണ്ടായത് പാകിസ്ഥാന് മാത്രമായിരുന്നെങ്കിലും കരാറിനെ മാനിച്ച് അച്ചടക്കത്തോടെ നീങ്ങിയ ഇന്ത്യയുടെ നീക്കങ്ങൾ മനസ്സിലാകാതെയാണ് വിനാശകാലത്തിന്റെ വിപരീത ബുദ്ധി കാട്ടി പാകിസ്ഥാൻ ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതായാലും കളി കാര്യമാക്കിക്കൊണ്ട് അതിന്റെ പിന്നാലെ സിന്ധു നദിയിലെ വെള്ളം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായി വർഷങ്ങളായി തുടരുന്ന ഇന്ത്യയുടെ സിന്ധു നദി കരാർ റദ്ദാക്കിക്കൊണ്ട് കനത്ത തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരിക്കുകയാണ്. കരാർ അനുസരിച്ച് സിന്ധു നദിയിലെ 80% വെള്ളവും ഉപയോഗിച്ചിരുന്നത് പാകിസ്ഥാനായിരുന്നു. പലപ്പോഴും കൊത്തി മുറത്തിൽ കയറി കൊത്തുകയും പാകിസ്ഥാനുമായി 3 യുദ്ധങ്ങൾ വരെ ഉണ്ടായിട്ടും ഈ കരാർ ഇന്ത്യ റദ്ദാക്കിയിരുന്നില്ല. എന്നാൽ ഇന്ന് കളി ആകെ മാറി. ആ കരാർ മരവിപ്പിച്ചിരിക്കുന്നു. ഉടനടി ഡാമുകൾക്ക് ഷട്ടർ വീഴുകയും പാകിസ്ഥാൻ കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുകയും ചെയ്യും. ആകെ മുടിഞ്ഞ കുത്തുപാളയെടുത്ത് കഴിക്കാൻ നല്ല ആഹാരം പോലുമില്ലാതെ വലയുന്ന പാകിസ്ഥാനിലെ കൃഷികൾ നശിക്കുകയും കുടിവെള്ളം പോലും കിട്ടാനില്ലാതെ ജനം സർക്കാരിനും സൈന്യത്തിനും നേരെ തിരിയുകയും ചെയ്യുന്ന സാഹചര്യം സംജാതമാകുമ്പോൾ തീവ്രവാദ രാഷ്ട്രം സ്വയം ഇല്ലാതാകുന്ന സാഹചര്യം സംജാതമായേക്കാം. അത് തന്നെയായിരിക്കും പാകിസ്ഥാൻ എന്ന തീവ്രവാദത്തിന്റെ നടുത്തുണ്ടം തിന്നു ജീവിക്കുന്ന ഭീകര രാഷ്ട്രത്തിന് വന്ന് ഭവിക്കുവാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ പാക് വിപണി തകർന്നടിഞ്ഞ് ജനങ്ങളെല്ലാം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ ആയിട്ടും പഠിക്കാതെ നാശം വേഗത്തിൽ പൂർത്തിയാക്കാൻ വെറിപൂണ്ടിറങ്ങിയ ചിലർ കടുത്ത പ്രകോപനവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ മണ്ണിലെത്തി 26 പൗരന്മാരുടെ ജീവൻ കൊത്തിപ്പറിച്ച ഭീകരന്മാരെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്നാണ് പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ് ഡാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും പഹൽഗാം ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഭീകരാക്രമണത്തിന് പിന്നിൽ ഹമാസ് തീവ്രവാദികളുടെ കൈകളുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഒക്ടോബർ 7 ആക്രമണവും ഇതുമായി സമാനതകളുണ്ടെന്നും സാധാരണ പൗരന്മാരെയാണ് ഇവർ കൊന്നൊടുക്കിയതെന്നും ഭീകര സംഘടനകളുടെ വർദ്ധിച്ചു വരുന്ന സഹകരണത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ ഇന്ത്യയിലെ പ്രതിനിധി റൂവൻ അസർ രംഗത്ത് വന്നിരിക്കുകയാണ്. സോളിഡാരിറ്റി അടക്കമുള്ള പല കാര്യങ്ങൾക്കും ഹമാസ് ഭീകരന്മാർ പാകിസ്ഥാനിൽ തമ്പടിച്ച വിവരങ്ങളുമായി ചേർത്ത് വായിച്ചാൽ ഹമാസിന്റെ പങ്ക് ഏറെക്കുറെ ഉറപ്പിക്കാവുന്നത് തന്നെയാണ്. ഇതിനിടയിൽ മതം തിരഞ്ഞ പഹൽഗാമിൽ ആരെയും കൊന്നില്ലെന്നും കൊല്ലപ്പെട്ട 26 പേരിൽ 15 പേരും മുസ്ലിമുകളാണെന്നുള്ള ആടിനെ പട്ടിയാക്കുന്ന നുണപ്രചാരണവുമായി കേരളത്തിലെ തീവ്രവാദ മാനസന്മാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. കൊല്ലപ്പെട്ട 26 പേരിൽ കശ്മീരിലെ കുതിരക്കാരനായ ആദിൽ ഹുസൈൻ അല്ലാതെയുള്ള ബാക്കി 23 പേരും ഹിന്ദുക്കളും 2 പേർ ക്രൈസ്തവരുമായതിനാലും കലിമ ചൊല്ലാൻ അറിയാത്തതിനാലും തന്നെയാണ് കൊല്ലപ്പെട്ടത്. ഏതായാലും ഇന്ത്യ വടിവെട്ടാൻ പോയതേ ഉള്ളൂ എന്നും
കനത്ത അടി പുറകെ വരുന്നുണ്ടെന്നും ഉറപ്പാണ്. ശക്തമായ നീക്കങ്ങളുമായി കളത്തിലിറങ്ങിയിരിക്കുന്ന ഇന്ത്യൻ സേന ബന്ദിപ്പൂർ നടത്തിയ പോരാട്ടത്തിൽ അൽതാഫ് ലല്ലി എന്ന ലഷ്കർ കമാൻഡറെയും ഭീകര തലവന്മാരുടെ വീടുകളും തകർത്തു കഴിഞ്ഞു. ഭീകരർക്കായുള്ള തെരച്ചിൽ സൈന്യം ഊർജിതമാക്കുകയും ഇന്ത്യയുടെ കരസേനാ മേധാവിയുടെ നേതൃത്വത്തിൽ ശക്തമായ നടപടികൾ തുടരുകയുമാണ് ഇപ്പോൾ. എന്തായാലും പാകിസ്ഥാൻ നാശം ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ.